നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വ്യക്തി എടുത്തിരിക്കുന്ന തീരുമാനം മാറ്റുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതെനിക്കൊരു റീഡിംഗ് വേണമെന്ന് പറഞ്ഞിട്ട് ജനറൽ റീഡിംഗ് മതി എന്ന് പറഞ്ഞു പോയ ഒരാളാണ്. അപ്പൊ മിക്കവരും ജനറൽ റീഡിംഗ് മതി എന്ന് പറയുമ്പോൾ ജനറൽ റീഡിംഗ് എത്രത്തോളം റെസനേറ്റ് ചെയ്യും, ആ ജനറൽ റീഡിംഗ് കേട്ടിട്ട് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റും എന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇവിടെ ജനറൽ റീഡിംഗ് ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഇത് റെസനേറ്റ് ചെയ്താലും നിങ്ങൾ ഈ ഒരു ജനറൽ റീഡിംഗ് കണ്ട് ഒരു തീരുമാനവും ജീവിതത്തിന്റെ ഒരു തീരുമാനവും എടുക്കരുത് കേട്ടോ. അപ്പോ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് എൻ്റെ ഒരു വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓറക്കൽ മെസ്സേജ് വെച്ചാണ് തുടങ്ങുന്നത്. ഭഗവാനെ ഓം നമ ശിവായ. പിന്നെ ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട്. ഈ വീഡിയോസിന്റെ ചെറിയ ഒരു പീസ് ഞാൻ ഇതിനകത്ത് യൂട്യൂബ് ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ചാല് കൂടുതൽ ആളുകൾക്ക് എന്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷന്റെ ഇടതുവശത്തായിട്ട് ഒരു ആരോ മാർക്ക് ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുഴുവൻ വീഡിയോ കാണാൻ പറ്റും. ഇവിടെ മിക്കവരും അതിനെക്കുറിച്ച് അറിയാത്തവർ വന്നിട്ട് ഇതെന്താണ്, ആളെ പറ്റിക്കുകയാണോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഒരാൾക്ക് വിശദീകരണം കൊടുത്തു. പക്ഷെ ഞാനിപ്പോ ഈ വീഡിയോയിൽ പറയുകയാണ്, ഷോർട്സ് വീഡിയോ നിങ്ങൾ കാണുമ്പോൾ അത് മുഴുവനായിരിക്കില്ല. 3 മിനിറ്റ് ആണ് മാക്സിമം അതിനുള്ള സമയം. അതിനുള്ളിലാണ് ഞാനത് ഷോർട്ട് ആക്കി ഇടുന്നത്. അപ്പോ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ നോക്കുമ്പോൾ അതിനകത്ത് ഡിസ്ക്രിപ്ഷൻ എഴുതിയിരിക്കുന്ന ഇടതുവശത്തായിട്ട് ചെറിയൊരു ആരോ മാർക്ക് ഉണ്ട്. അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ ആ മുഴുവൻ വീഡിയോയിലേക്ക് എത്തിക്കും യൂട്യൂബ്. അത് അങ്ങനെയാണ് അത് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ പറ്റിക്കാൻ വേണ്ടി അതങ്ങനെ ചെറുത് ഇടുന്നതല്ല. അതിന്റെ മുഴുവൻ വീഡിയോയും കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ കേട്ടോ. അപ്പൊ നമുക്ക് ഓറക്കൽ മെസ്സേജിലേക്ക് പോകാം. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ. ഒരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം ഇനി എത്ര കാർഡ്സ് വരുമെന്ന്. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇനി കാർഡ്സ് ഒന്നും വരുന്നില്ല. അപ്പൊ ഈ കാർഡ് നിങ്ങൾ ലോ ഓഫ് കർമ്മ, റീപ്പിംഗ് വാട്ട് യു സോ എന്നാണ് പറയുന്നത്. വെച്ചാല് ഇത് കർമ്മയുടെ കാർഡാണ്. കർമ്മം, നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ഫലം, അതാണ് നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നടക്കുന്നത് അത് നിങ്ങൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് എന്നാണ് പറയുന്നത്. അപ്പോ നിങ്ങൾ ഇത് തെറ്റ് ചെയ്തു എന്നൊരു ബോധം ആദ്യം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. തെറ്റ് പറ്റി, എൻ്റെ കയ്യിൽ നിന്ന് തെറ്റ് പറ്റി. അപ്പൊ എനിക്കത് തിരുത്താനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് തിരുത്തുക. അതേ ഉള്ളൂ പോംവഴിയുള്ളൂ. നമ്മൾ കുറ്റബോധം കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറ്റബോധം ഗിൽറ്റും നമ്മളെ കൊന്നുകളയും. അങ്ങനത്തെ എമോഷൻസ് ആണത്. അപ്പൊ അതിന് പകരം നിങ്ങൾ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക കേട്ടോ. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോ നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോ ചീത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആരും 100% ചീത്തയല്ല, 100% നല്ലതുമല്ല. എല്ലാവരിലും ചീത്തയും നല്ലതും ഉണ്ട്. അപ്പോ നമ്മൾ ചില സമയത്ത് ചെയ്യുന്ന ദോഷകരമായ കാര്യങ്ങള്, മറ്റു സമയങ്ങളിൽ ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങൾ, ഇതിന്റെ സമ്മിശ്രമായിരിക്കും നമ്മളുടെ ജീവിതം എപ്പോഴും. അപ്പൊ നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് തോന്നുക നമ്മളുടെ ജീവിതത്തിൽ എല്ലാം നാശമാണെന്ന്. അല്ല കേട്ടോ. പക്ഷേ നിങ്ങൾ ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ കാര്യങ്ങളിൽ ദോഷമാണ് വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത്. അപ്പോ ഈ ചെയ്യുന്ന നിങ്ങളുടെ കർമ്മത്തിന്റെ ഫലങ്ങളാണ് നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നത്. അപ്പൊ അതില് വ്യത്യാസങ്ങൾ വരുത്തുക, അത് തിരുത്താൻ ശ്രമിക്കുക, അതാണ് പറയുന്നത്. ഇനി ഞാൻ പോകാൻ ഇത്ര വിശദീകരിച്ച എന്താന്ന് വെച്ചാൽ കൺഫ്യൂഷൻ വരും. ഞാൻ കൺഫ്യൂഷൻ ആക്കിയോ നിങ്ങളെ? സോറി. ഓൾറൈറ്റ്. അപ്പോ പേഴ്സന്റെ ഓവറോൾ എനർജി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ഓവറോൾ എനർജി, നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്, ആ വ്യക്തി എടുത്തിരിക്കുന്ന തീരുമാനം മാറ്റുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ഒരു തീരുമാനം എടുത്തിട്ടിരിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് നമുക്ക് നോക്കാം. കുറെ കാഴ്ച വീണു, ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ. എംപറർ ആണ്, എറീസ് സോഡിയാക് സൈൻ ആണ്. എംപറർ എന്ന് പറഞ്ഞാൽ ചക്രവർത്തിയാണ്. ഒരു തീരുമാനം,
രാജശാസനം എന്ന് പണ്ട് പറയുമായിരുന്നു, കല്ലേ പിളർക്കുന്നു. അത്ര കഠിനമായ ഒരു തീരുമാനം എടുത്തിട്ടിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തി. സ്ത്രീ ആവാം, പുരുഷനാവാം. ഇവിടെ അപ്രൈറ്റ് ആണ് വന്നിരിക്കുന്നത്. അതിനർത്ഥം ഇതൊരു ചിലപ്പോൾ ഒരു അച്ഛനാവാം, കുട്ടികളുള്ള ഒരു ഫാമിലിയുടെ ഭർത്താവാം, ഭാര്യയാവാം, അമ്മയാവാം. എന്തായാലും ഈ എനർജി വളരെ കാലം ചിന്തിച്ച് ആ വ്യക്തിയുടെ എക്സ്പീരിയൻസിൽ നിന്നും, ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് എന്താണ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുന്നതെന്നും, ചുറ്റുമുള്ള ആളുകളിൽ നിന്നുള്ള എക്സ്പീരിയൻസ്, പിന്നെ ആ വ്യക്തിയുടെ എക്സ്പീരിയൻസ് ഈ വ്യക്തി എന്താണോ പഠിപ്പിച്ചിട്ടുള്ളത് അതെല്ലാം കൊണ്ടും, പിന്നെ ഈ വ്യക്തിയുടെ ബേസിക് ആയുള്ള സ്വഭാവം, അതെല്ലാം വെച്ചിട്ടാണ് ഈ വ്യക്തി ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷെ ഈ വ്യക്തി, ഈ ഏരീസ് വന്നിരിക്കുന്ന വ്യക്തി ഒരിക്കലും അവരുടെ തെറ്റ് അംഗീകരിക്കാൻ ഒട്ടും മനസ്സില്ലാത്ത ഒരു വ്യക്തിയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ വ്യക്തിയാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുക, മറ്റുള്ളവർ അതിനെ ഫോളോ ചെയ്യുക. ഈ വ്യക്തിക്ക് മറ്റുള്ളവരെ ഫോളോ ചെയ്ത് ശീലമില്ല. ഇതെപ്പോഴും ലീഡർ ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന. അപ്പൊ എന്റെ തീരുമാനം മറ്റുള്ളവർ അംഗീകരിക്കണം. അത് അവർക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടം ഇല്ലെങ്കിലും അവർ അതിനെ ഫോളോ ചെയ്യണം എന്ന് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തി. അപ്പോ ഞാനിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം, എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഈ ഒരു എനർജിയിൽ. 5 കാർഡുകളാണ് വന്നിട്ടുള്ളത്, കുഴപ്പമില്ല. 9 ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. ഈ വ്യക്തി ഈ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ തീരുമാനത്തെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ എന്തെങ്കിലും ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്താണ് റിലേഷൻഷിപ്പിന്റെ എന്ന് അറിയില്ല. ആ ഒരു അവസ്ഥയ്ക്ക് എന്തെങ്കിലും ഈ വ്യക്തിയുടെ തീരുമാനം കൊണ്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ അതറിയാൻ വേണ്ടിയാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത്. പുതിയ ഓപ്ഷൻസ് ഒന്നും വ്യക്തി പണം ആർക്കും വേണ്ടി ചെലവാക്കും. അപ്പൊ എന്തോ ഒരു കാര്യം, ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എന്തോ ഒരു കാര്യം ഇവിടെ, കാരണം മറ്റുള്ളവർ ഈ വ്യക്തി അധ്വാനിച്ച് കൊണ്ടുവരുന്ന പൈസയായിരിക്കാം എല്ലാവരും ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും വ്യക്തിയുടെ പൈസ വേണം, പക്ഷെ ആരും വ്യക്തിയെ അംഗീകരിക്കുന്നില്ല. വ്യക്തിയുടെ അഭിപ്രായങ്ങളും വ്യക്തി പറയുന്ന കാര്യങ്ങളൊന്നും ആരും കേൾക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയതായിട്ടുള്ള ഇനി പൈസ ഇൻവെസ്റ്റ് ചെയ്യില്ല. മറ്റുള്ളവരെന്നെ ദുരുപയോഗം ചെയ്യുന്നു. ഫാമിലി മാരേജ് ആണിത്, ഹെയർ ഓഫ് ആൻഡ് റിവേഴ്സ് ആണ്. അപ്പൊ ഫാമിലിയിൽ ഒട്ടും ഹാപ്പി അല്ല. സ്ട്രെങ്ത്, ഇവിടെ വ്യക്തിക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്ന ആഗ്രഹമൊന്നുമില്ല, മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യണമെന്നൊന്നും ആഗ്രഹമില്ല. പക്ഷെ ഇനിയെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇതെല്ലാം താറുമാറാകും എന്നൊരു ചിന്ത കൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ വ്യക്തി ഈ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലും അത് ആക്ഷനിൽ വരുത്തിയിട്ടില്ല. മനസ്സിലായോ? അത് വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു വ്യത്യാസം റിലേഷൻഷിപ്പിലോ ഏത് അവസ്ഥയിലാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് അവിടെ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകുമോ എന്നാണ് ഈ വ്യക്തി നോക്കുന്നത്. കേട്ടോ, ഇവിടെ ടോറസ് വന്നിട്ടുണ്ട്, ലിയോ വന്നിട്ടുണ്ട്. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ വ്യക്തിയുടെ, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമാണ്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കുറെ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ ജെമിനായി വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. കുറെ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. അതിനെ ഈ വ്യക്തി വളരെയധികം പരിശ്രമിച്ച് ആ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് എല്ലാം അതിനെ തരണം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിൽ വ്യത്യാസം വരുത്തുന്നുണ്ട്. അപ്പോൾ വളരെ ലാവിഷായിട്ട് ജീവിക്കുന്ന കുറെ ആളുകൾ, പണത്തിന്റെ വില അറിയാത്ത, ജോലി എടുത്ത് ഭക്ഷണം കഴിക്കാത്ത, ജോലി സ്വന്തം വേർപ്പുകൊണ്ട് ഭക്ഷണം കഴിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വേർപ്പൊഴുക്കാൻ മടിയുള്ള ആളുകൾ എല്ലാം ഈ വ്യക്തിയുടെ ചുറ്റുമുണ്ടെന്നാണ് പറയുന്നത്. ഈ വ്യക്തി വളരെ സാമർഥ്യമുള്ള, വളരെ കഴിവുള്ള ഒരാളാണ്. അപ്പൊ ഈ വ്യക്തിയാണ് ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. കഠിനാധ്വാനിയാണ്, അധ്വാനിക്കുന്ന സ്ത്രീ ആയിരിക്കാം, പുരുഷനായിരിക്കാം, അറിയില്ല. എന്തായാലും എപ്പോഴും ഇപ്പം ബാങ്കില് അക്കൗണ്ടിൽ പണം വന്നുകൊണ്ടിരിക്കുന്നു, ആൾക്കാർ പിൻവലിക്കുന്നു, യൂസ് ചെയ്യുന്നു, അവരായിട്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. വ്യക്തി ജോലി എടുക്കുന്നു, പൈസ ഇടുന്നു, അത് പൈസ എടുത്ത് ലാവിഷായിട്ട് എല്ലാവരും ചെലവാക്കുന്നു. എവിടെ നിന്ന് പൈസ വരുന്നു എന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല. പൈസ അവര് നോക്കുമ്പോൾ പൈസ വരുന്നുണ്ട്. അപ്പൊ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പൊ ഒരുവിധം പ്രായമൊക്കെ ആയിട്ടുണ്ടാവാം. അപ്പൊ ഇനി ഈ വീട്ടിലുള്ളവരും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാവരും മുതിർന്നവരാണ്, അവരെല്ലാം കുറച്ച് ശ്രദ്ധിച്ച് ജീവിക്കണം എന്ന ഒരു ചിന്ത വന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതും മറ്റുള്ളവരുടെ മുമ്പിൽ ഇത് പറഞ്ഞതും. മനസ്സിലായോ?
എന്നിട്ട് വ്യക്തി വെയിറ്റ് ചെയ്യാനാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഈ ഒരു അവസ്ഥയിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയാണ് പണം മുഴുവൻ ഉണ്ടാക്കുന്നത്. മറ്റുള്ളവരെല്ലാം ഇത് ദുരുപയോഗം ചെയ്യുന്നു. ആരും ഒറ്റ പൈസ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നില്ല. അതുകൊണ്ട് തന്നെ അക്ഷയപാത്രമല്ലല്ലോ. എടുക്കുമ്പോ പിന്നെയും വന്ന് കയറാനായിട്ട്. ഇത് എടുക്കുമ്പോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ, പണത്തിന് അങ്ങനെ ഒരു കാര്യമുണ്ട്. പണത്തിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തില്ല, വലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവസാനം അവിടെ സീറോ ബാലൻസ് ആവും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി ഈ പൈസ റിക്കവർ ചെയ്യണം വ്യക്തിക്ക്. അപ്പൊ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഓരോ ജോലി ചെയ്തോണം, എല്ലാവരും ജോലി കണ്ടെത്തണം, ഇനി ഇങ്ങനെ പറ്റില്ല. അപ്പൊ വ്യക്തിക്ക് എതിരായിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. ആർക്കും അത് മനസ്സിലാകുന്നില്ല. പക്ഷെ പല പ്രാവശ്യം എല്ലാവരും അഡ്വൈസ് ചെയ്ത് പറഞ്ഞു നോക്കി, ഇങ്ങനെയാണ് അവസ്ഥ, നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആർക്കും എനിക്ക് ജോലി ചെയ്യാനും വയ്യാണ്ടാവും. അതുകൊണ്ട് പൈസ എല്ലാവരും ശ്രദ്ധിച്ച് ചെലവാക്കണം, നിങ്ങളെല്ലാം ജോലിക്ക് പോകണം, നിങ്ങളെല്ലാം സേവ് ചെയ്യണം എന്ന് വ്യക്തി പറഞ്ഞിട്ട് ആരും കേട്ടില്ല. അവസാനം എല്ലാവരും വ്യക്തിക്ക് എതിരായപ്പോ, ആരും പറയാതെ പറഞ്ഞത് കേൾക്കാതെ ആയപ്പോ വ്യക്തി ഒരു സ്റ്റാൻഡ് എടുത്തതാണെന്നാണ് പറയുന്നത്. വ്യക്തിക്ക് പണം ഉണ്ടാക്കാൻ അറിയാം, ചെലവാക്കാൻ അറിയാം, മറ്റുള്ളവർക്ക് കൊടുക്കാൻ അറിയാം. പക്ഷേ നമ്മള് ആറ്റിൽ കളഞ്ഞാല് വളർന്നു കളയണം എന്നാണ്. അപ്പൊ ഇതിപ്പോ ആൾക്കാര് ഈ വ്യക്തിനെ ഇങ്ങനെ ചൂടിലെടുത്തോണ്ടിരിക്കുകയാണ്. വ്യക്തിക്ക് ഒരു ഗുണവുമില്ല. അപ്പൊ അതുകൊണ്ട് വ്യക്തി ഒരു സ്റ്റാൻഡ് എടുത്തതാണ്. ഇപ്പൊ വ്യക്തി ഇങ്ങനെയാണ്, എതിർത്ത് നിൽക്കുകയാണ് എല്ലാവരെയും. മനസ്സിലായോ? ഒരു തരത്തിലും നിങ്ങൾ ആരും പറയുന്നത് വ്യക്തി കേൾക്കുന്നില്ല. കാരണം വ്യക്തിക്ക് മനസ്സിലായി, മതിയായി. ശരിക്കും പറഞ്ഞാല് ആ ഒരു അവസ്ഥയിലാണ് ഇവിടെ ജെമിനായി കാണുന്നത്. എന്ത് തീരുമാനമാണ് എടുത്തതെന്ന് ഏകദേശം നമുക്ക് മനസ്സിലായെങ്കിലും നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം. എന്തിനെ കുറിച്ചുള്ള തീരുമാനമാണ് ഇതിപ്പോ? 9 of Wands ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 9 of Wands എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയാ, നമ്മള് കുറെ യുദ്ധം ചെയ്ത്, ഇപ്പോ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഫ്രണ്ട് എന്നല്ല പരിചയമുള്ള ഒരാള്, അവര് ഭയങ്കര കഷ്ടം, പുറത്താണ് ജോലി ചെയ്യുന്നത്, 3 ആമക്കളുണ്ട്, ഭർത്താവും മക്കളൊക്കെ നാട്ടിലാണ്, ഇവർ ഒറ്റയ്ക്കാണ് അവിടെ പണി ചെയ്യുന്നത്. അപ്പൊ ഇവര് തിരിച്ചു പോരാന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഭർത്താവും മക്കളെല്ലാം കൂടെ വീട് റെനോവേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ലക്ഷങ്ങളുടെ കടബാധ്യത ഉണ്ടാക്കി വെച്ചു. അപ്പോ ഇവരാണെങ്കിൽ ഒന്നും ഇവരോട് പറയില്ല. പണം എല്ലാം ഡീൽ ചെയ്യുന്ന ഭർത്താവും മക്കളും ആണെങ്കിൽ ഒന്നും സംസാരിക്കാറില്ല. അപ്പൊ പണത്തിന്റെ കാര്യത്തിൽ ഇടപെടില്ല. ഇവർ ഉണ്ടാക്കുന്നത് മുഴുവൻ ഇങ്ങോട്ട് അയച്ചു കൊടുക്കും അവരുടെ ആവശ്യം കഴിഞ്ഞിട്ട്. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവർ അന്വേഷിക്കാറില്ല. ഇപ്പോഴാണ് അവർ അന്വേഷിച്ചപ്പോൾ 19 ലക്ഷം രൂപയുടെ ഇതാണ് ലോണാണ് എടുത്തേക്കുന്നത്. എങ്ങനെ വീട്ടിൽ തീർക്കും? ഇവർ ഒറ്റയ്ക്കാണ് ജോലി ചെയ്യുന്നത്. മക്കൾക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അവരിങ്ങനെ ലാവിഷായിട്ട്, ഭർത്താവും മക്കളും ലാവിഷായിട്ട് ജീവിക്കുന്നത്. അപ്പോ ഇവര് ഇതിങ്ങനെ ദൂരെ നിന്ന് കാണാന്നല്ലാതെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായ? ഇവർക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് മറ്റുള്ളവരെ ഭർത്താവും മക്കളും എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് ഒരു അക്ഷരം ഇവര് മിണ്ടില്ല. പക്ഷെ ഇവര് ജീവിതകാലം മുഴുവൻ ജോലി എടുത്താൽ പോലും കടം വീട്ടാൻ പറ്റാത്ത അത്രയും കടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവരിങ്ങോട്ട് പോന്നിട്ടില്ല. ഇപ്പൊ ഇവര് അവിടെ തന്നെയാണ്. മനസ്സിലായോ? ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? എന്നാ മക്കളോട് പറയണം. പക്ഷെ അതേ അവസ്ഥ ഇവിടെ ഏകദേശം വന്നിട്ടുണ്ട്. അപ്പൊ ഈ വ്യക്തി നിങ്ങളോട് എല്ലാവരോടും, മക്കളോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും ആരൊക്കെയാണ് ഇവരുടെ ചെലവില് കഴിയുന്നതെന്ന് വെച്ചാല് അവരോടെല്ലാം പറഞ്ഞിട്ടും കേൾക്കാതിരുന്നു. അപ്പൊ എന്ത് തീരുമാനമാണ് എടുത്തിട്ടുള്ളത്? ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇങ്ങനെ ചെയ്തതിലും പൈസ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് വെക്കാതിരിക്കുന്നതിലും മാനസിക വിഷമമുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് എടുക്കണമല്ലോ. അതുകൊണ്ടാണ്, എന്ന് വെച്ചാൽ നിങ്ങളുടെ നല്ലതിനും കൂടിയിട്ടാണ്, മക്കളുടെയും ഭർത്താവിന്റെയും ഭാര്യയുടെയും ഒക്കെ നല്ലതിന് കൂടിയിട്ട് പൈസ ഒന്ന് ശ്രദ്ധിക്കുക. വെറുതെ കിട്ടുന്ന പൈസയാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അത് മറ്റുള്ളവരുടെ അധ്വാനത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട് കിട്ടുന്നതാണെന്ന് മനസ്സിലാക്കിക്കണം നിങ്ങളെ കൊണ്ട്. അതുകൊണ്ടാണ് ഈ വ്യക്തി ഒരു തീരുമാനം. അപ്പൊ വ്യക്തിക്ക് ഭയങ്കര മാനസിക വിഷമമുണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത്. പക്ഷെ ഇത് ചെയ്യാതെ പറ്റില്ല. അപ്പൊ അത്രയും ഫൈറ്റ് ചെയ്തിട്ടാണ് വ്യക്തി ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. കേട്ടോ? ഇനി ഇതിന് മാറ്റം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. നോക്കാം, നമുക്കൊന്ന് നോക്കാം. അപ്പൊ എന്തായാലും ഇത് വ്യക്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങള് എതിർത്തു നിങ്ങളെ, എന്നിട്ട് വ്യക്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, ആരെങ്കിലും എന്തെങ്കിലും ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ജോലി സമ്പാദിക്കാനോ ജോലിയിൽ പൈസ സേവ് ചെയ്യാനോ ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ഈ വ്യക്തി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ വ്യക്തി കുറച്ച് കാര്യമായിട്ടുള്ള തീരുമാനമാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ വ്യക്തിയുടെ ഈ ഒരു തീരുമാനം വ്യക്തി മാറ്റുമോ? കുറെ ബുദ്ധിമുട്ടി എടുത്ത ഒരു തീരുമാനമാണ്. ഇത് മാറ്റുമോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം, ഈ വ്യക്തി സ്വഭാവം മാറ്റുമോ?
യെസ് എന്നാണ് പറയുന്നത്. കാരണം അൾട്ടിമേറ്റ്ലി ഇതൊരു ഫാമിലി ഇഷ്യൂ ആണ്. നിങ്ങൾ എല്ലാവരും ഒരേ കുടുംബക്കാരാണ്. ഇതുണ്ടോ, 10 of Pentacles ആണ് വന്നിരിക്കുന്നത്. അപ്പൊ വ്യക്തി പറയുന്നത് ഞാനിത് മാറ്റും, ഈ ഒരു തീരുമാനം മാറ്റും. ഞാൻ പക്ഷെ ഈ തീരുമാനം എടുത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് എല്ലാവരും കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി? എല്ലാവരും പണിയെടുക്കണം, എല്ലാവരും സ്വരുമയോടെ മറ്റുള്ളവരെ ഈ വ്യക്തിയുടെ കഴിവുകളെ മാത്രം ചൂഷണം ചെയ്യാതെ എല്ലാവരും അവരവരുടേതായിട്ടൊരു സ്റ്റാൻഡ് എടുക്കണം, ഒരു വരുമാനം കൊണ്ടുവരണം, ഫ്യൂച്ചർ ഭദ്രമാക്കണം എന്നൊക്കെയാണ് നിങ്ങളുടെ ഈ വ്യക്തി വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് വ്യക്തി ഈ തീരുമാനം എടുത്തത്. അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഒരു ഫാമിലി ആണെന്നാണ് വ്യക്തി പറയുന്നത്. ഭാര്യയും കുട്ടികളും, ഭർത്താവും കുട്ടികളും, അല്ലെങ്കിൽ അമ്മയും അച്ഛനും ബ്രദറും സിസ്റ്ററും ആരാണെന്ന് വെച്ചാൽ അങ്ങനെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ തീരുമാനം മാറ്റും. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന്. പക്ഷെ ഈ വ്യക്തിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ ഒരു പരിധിയുണ്ട്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഈ വ്യക്തി ഈ സ്വഭാവം, ഈ ഒരു തീരുമാനം മാറ്റും. ഇത് വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. പക്ഷെ നിങ്ങള് അവസാനം അൾട്ടിമേറ്റ്ലി ഇതൊരു അച്ഛനോ അമ്മയോ, ഒരു നല്ല മനസ്സുള്ള ഒരു അച്ഛനോ അമ്മയോ ബ്രദറോ സിസ്റ്ററോ മകനോ മകളോ ആരോ ആണ്, ഭാര്യയോ ഭർത്താവോ ആരോ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ഇങ്ങനെ കഠിനമായിട്ട് നിങ്ങളോട് പെരുമാറാൻ പറ്റില്ല. വളരെ സ്നേഹമുള്ള ഒരു എനർജി ആയിട്ടാണ് ഈ വ്യക്തിയെ കാണിക്കുന്നത്. അപ്പൊ ഈ വ്യക്തി കുറച്ച് കഴിയുമ്പോൾ ഈ സ്വഭാവം മാറ്റുമെന്നാണ് പറയുന്നത്. ഇവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ നമ്മൾ കണ്ടു. അപ്പൊ ഈ സ്വഭാവം മാറ്റും. നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ്? നമ്മൾ ഒരിക്കലും നമ്മളുടെ ഭർത്താവിനെ കുറിച്ചുള്ള കുറ്റം മക്കളോട് പറയാൻ പാടില്ല. ഭാര്യയെ കുറിച്ചുള്ള കുറ്റം മക്കളോട് പറയാൻ പാടില്ല കേട്ടോ. അത് പണിയാവും. അപ്പൊ ആ ഒരു എനർജി ഇവിടെ വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വെറുതെ ഇമോഷണൽ ആയിട്ട് ഇങ്ങനൊരു തീരുമാനമെടുത്തു. നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് തീരുമാനമെടുത്തത്? ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവും ആയിക്കോട്ടെ, അവരെങ്ങനെ ധൈര്യപ്പെട്ടു, എങ്ങനെ ചെയ്യാൻ പറ്റുന്നു ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇമോഷണൽ ആയിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മനസ്സിലായോ? നിങ്ങളും കൂടി ഇതിന് ഈ ഒരു അവസ്ഥയ്ക്ക് ഉത്തരവാദിയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ അവസ്ഥയ്ക്ക് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി ലോജിക്കലായിട്ടും പ്രാക്ടിക്കലുമായിട്ടും ചിന്തിച്ച് ഇവിടെ എന്തെങ്കിലും വ്യത്യാസം വരുത്തി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതിന് ട്രൈ ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ വെറുതെ ഇമോഷണൽ ആയിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. മിക്കവരും അവരവരുടെ സൈഡ് ക്ലിയർ ആക്കാനും എന്നെ കുറിച്ച് മക്കൾ എന്ത് വിചാരിക്കുന്നു വെച്ച് അമ്മ അച്ഛനെ കുറ്റം പറയുന്നു. മനസ്സിലായോ? എന്നെ കുറിച്ച് മക്കൾ എന്ത് വിചാരിക്കുന്നു വെച്ചാല് അമ്മയെ കുറിച്ച് കുറ്റം പറയാൻ അച്ഛൻ ശ്രമിക്കും. അത് പാടില്ല. എല്ലാവരും ഒരു കുടുംബമാവുമ്പോൾ എല്ലാവരും സ്വരുമയോട് പോകണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ നിങ്ങൾ വെറുതെ ഇമോഷണൽ ആയിട്ട് നാട്ടുകാരോട്, ഭർത്താവിനെയോ ഭാര്യയോടോ മക്കൾ ആരുടെ കുറ്റമാണെങ്കിലും പറയാതെ, എന്റെ വീട് നോക്കുന്നില്ല, ഇപ്പൊ പൈസ ഒന്നും തരുന്നില്ല, എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ട് ഒരു വീട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. മനസ്സിലായോ? അപ്പൊ എല്ലാവരും പരസ്പര സഹകരണത്തോടു കൂടി മുമ്പോട്ട് പോകണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല എന്തെങ്കിലും വ്യത്യാസം വരുത്താൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോഴത്തെ പ്രശ്നം മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് ട്രൈ ചെയ്യണം. അല്ലാതെ ഇമോഷണൽ ആയിട്ട് കരയുകയോ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയോ ഈ വ്യക്തിയെ മറ്റുള്ളവരുടെ മുമ്പിൽ ചീത്ത ആക്കി കാണിക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യരുത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് റീഡിങ്. ഇവിടെ സോഡിയാക് സൈൻസ് ആകെ കണ്ടത് ജെമിനയും ലിയോ, ടോറസ്, പിന്നെ ഏരീസ് ആണ്. അപ്പൊ ഇതോട് കൂടി ഇന്നത്തെ റീഡിംഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.